1990 മെയ് മാസം മലയാള സിനിമയെ സംബന്ധിച്ച് നല്ല സമയമായിരുന്നു. 6 മലയാള ചിത്രങ്ങളാണ് മെയ് മാസത്തിൽ തിയേറ്ററിലെത്തിയത്. മെയ് 4-ന് തിയേറ്ററിലെത്തിയ ഡോക്ടർ പശുപതി ആയിരുന്നു 90 മെയ് മാസത്തിലെ ആദ്യത്തെ റിലീസ്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം തിയേറ്ററിൽ വിജയം നേടി. മെയ് 4-ന് തന്നെ തിയേറ്ററിലെത്തിയ പത്മരാജന്റെ ഇന്നലെയായിരുന്നു മെയ് മാസത്തിലെ രണ്ടാമത്തെ റിലീസ്. ജയറാം, ശോഭന തുടങ്ങിയവർ നായികമാരെത്തിയ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയും പ്രധാന വേഷത്തിലെത്തി. സിനിമ തിയേറ്ററിൽ ശരാശരി വിജയം നേടി. മെയ് 4-ന് തന്നെ തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു കമലിന്റെ പാവം പാവം രാജകുമാരൻ. ശ്രീനിവാസനും രേഖയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രത്തിൽ ജയറാമും ഒരു പ്രധാന കഥാപാത്രമായി എത്തി. ചിത്രം തിയേറ്ററിൽ വിജയം നേടി. മെയ് 18-ന് തിയേറ്ററിലെത്തിയ കമലിന്റെ സ്തൂവൽ സ്പർശമായിരുന്നു 4ാമത്തെ റിലീസ്. ജയറാം, മുകേഷ്, സായ്കുമാർ, സുരേഷ് ഗോപി, ഉർവശി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി മാറി. മെയ് 18-ന് തന്നെ തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകൾ. മമ്മൂട്ടി നായകനായ ഈ ക്ലാസിക് ചിത്രത്തിന് തിയേറ്ററിൽ വിജയം നേടാനായില്ല. മെയ് 25-ന് തിയേറ്ററിലെത്തിയ കൊച്ചിൻ ഹനീഫയുടെ വീണമീട്ടിയ വിലങ്ങുകളായിരുന്നു 90 മെയ് മാസത്തിലെ 6ാമത്തെ റിലീസ്. ഈ ചിത്രം തിയേറ്ററിൽ പക്ഷേ വിജയിച്ചില്ല. 6 സിനിമകൾ തിയേറ്ററിലെത്തിയ 90-ലെ മെയ് മാസത്തിൽ 3 സിനിമകളാണ് ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയത്. ഡോക്ടർ പശുപതി, പാവം പാവം രാജകുമാരൻ, തൂവൽ സ്പർശം എന്നീ ചിത്രങ്ങൾ. പത്മരാജന്റെ ഇന്നലെ തിയേറ്ററിൽ ശരാശരി വിജയം നേടിയപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകളും കൊച്ചിൻ ഹനീഫയുടെ വീണമീട്ടിയ വിലങ്ങുകളും തിയേറ്ററിൽ പരാജയപ്പെട്ടു.